നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ഗവർണറിൽ നിന്ന് അസാധാരണമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷൻ. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. വി.സിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടു. വിദ്യാർത്ഥിയുടെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നതാണ്. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പി.സി. ശശീന്ദ്രന് വി.സിയുടെ ചുമതല നൽകിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മരണമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് വി.സി കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വി.സി ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നത് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ടുകളിലും വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങളിൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് 2010 സെക്ഷൻ 9 അനുസരിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. ചട്ടമനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് അന്വേഷിക്കേണ്ടത്. സസ്പെൻഷൻ കാലയളവിൽ അലവൻസിന് അർഹതയുണ്ടായിരിക്കും. പകരക്കാരനെ പിന്നീട് തീരുമാനിക്കും. സിദ്ധാർത്ഥൻ നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല വി.സിക്ക് വൻ വീഴ്ചയുണ്ടായതായി ഗവർണർ ചൂണ്ടിക്കാട്ടി. സിദ്ധാർത്ഥൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ വി.സി ആത്മാർത്ഥമായി സർവകലാശാലയിലെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്നതാണ് വെളിപ്പെടുത്തുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. ക്രൂരമായ പല സംഭവങ്ങളും സർവകലാശാലയിൽ നടക്കുമ്പോഴും ഉത്തരവാദിത്തം നിറവേറ്റാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. സിദ്ധാർത്ഥൻ്റേത് കൊലപാതകമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണുള്ളത്. എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് SFI ഓഫീസാക്കുന്നെന്നും ഗവർണർ പറഞ്ഞു. എന്തായാലും ഈ സസ്പെൻഷൻ കേരളത്തിലെ മുഴുവൻ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും ഒരു താക്കീത് തന്നെയാണ്. ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായിട്ട് പാർട്ടികളുടെ ഏറാൻ മൂളികളായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് പിണറായിയുടെ വാലാട്ടികളായിട്ട് നിൽക്കുന്ന സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഗവർണർ കൊടുത്തിരിക്കുന്ന ഒന്നാം തരം കൊട്ട് തന്നെയാണ് ഇത്.